ഏവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഞാൻ സെൽവരാജ്. ജാപ്പനീസ് ഭാഷ പഠിക്കാൻ തയ്യാറാണോ? എങ്കിൽ ജപ്പാനിൽ ജോലി ചെയ്യാം. ഭാഷ പഠിച്ചാൽ മാത്രം മതി. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്യാം. അവിടുത്തെ പുതിയ സംസ്കാരം പഠിക്കാം. അവിടെ കൂടുതൽ ആളുകളെ പരിചയപ്പെടാം. സാമാന്യം ഭേദപ്പെട്ട ഒരു സാലറി ലഭിക്കും. ഒഡേപെക് വഴി സംസ്ഥാന സർക്കാരിന്റെ ഒഡേപെക് വഴിയാണ് ഇതിലേക്കുള്ള സാധ്യത തെളിയുന്നത്. 325 പേർക്കാണ് ജോലി സാധ്യത. അതിൽ 250 സ്ത്രീകൾക്ക് കെയർ ഗിവർ തസ്തികയിലേക്കും ബാക്കി 75 ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് സാധ്യതയുള്ളത്. പ്രധാനമായിട്ടുള്ള ഒരേ ഒരു നിബന്ധന എന്ന് പറയുന്നത് ജാപ്പനീസ് ഭാഷ പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതിഷ്ടമാണ് എങ്കിൽ മാത്രം. അപ്പോൾ ഈ കെയർ ഗിവർ തസ്തികയിലേക്ക് 250 പേർക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അവർക്കുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ANM അല്ലെങ്കിൽ JNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആയിരിക്കണം. പിന്നെ പ്രായപരിധി 27 വയസ്സിൽ താഴെയായിരിക്കണം. സാലറി പ്രതീക്ഷിക്കാവുന്നത് 92,000 92,000 റുപ്പീസാണ് പ്രതീക്ഷിക്കാവുന്നത്. ടെക്നീഷ്യൻസ് ആയിട്ട് 3 കാറ്റഗറിയിലാണ് ഉള്ളത്. 3ഉം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യനാണ്. അതിനകത്തേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായാൽ മതി. പ്രായം 30-ൽ താഴെയായിരിക്കണം. എക്സ്പെക്റ്റഡ് സാലറി 1,12,000 രൂപയാണ്. രണ്ടാമത്തെ കാറ്റഗറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് എന്നാണ്. ആദ്യം പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്. 30 വയസ്സിൽ താഴെ. പ്രതീക്ഷിക്കാവുന്ന സാലറി 1,09,000 രൂപയാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. ഒരു ടൈറ്റിൽ അതാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്. ഇതിൽ ഏതിലെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും 30 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിൽ പ്രതീക്ഷിക്കാവുന്ന സാലറി എന്ന് പറയുന്നത് ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത് 1,12,000 രൂപയാണ്. അപ്പം ഇതാണ് മൊത്തം വേക്കൻസി. ഒഡേപെക് മുഖേനയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അതിൻ്റെ ഇമെയിൽ വിലാസം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമായിരിക്കും. സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ്. ഡിസംബർ 25 അവസാന തീയതി. അയക്കേണ്ടത് പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് കോപ്പി വേണം, അതുപോലെ തന്നെ ബയോഡേറ്റ വേണം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇത്രയും അടങ്ങുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ അയക്കേണ്ടത്. അത് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് വിലാസം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാകുന്നതാണ്. ഇഷ്ടമാണ് എങ്കിൽ, ജാപ്പനീസ് ഭാഷ പഠിക്കുന്നത് ഇഷ്ടമാണ്, ജപ്പാനിൽ പോയി ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ ഒരു അവിടുത്തെ പുതിയ സംസ്കാരം, അവിടുത്തെ രീതി എല്ലാം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള ഒഡേപെക് നിങ്ങൾക്ക് അതിന് ഒരു അവസരം ഒരുക്കുന്നു. പ്രയോജനപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.